ഹായ് മക്കളെ, എല്ലാവരും SSLCയുടെ പഠനമൊക്കെ ആരംഭിച്ചു. നമ്മളിതാ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് മുന്നോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ SSLCയുടെ ടെക്സ്റ്റ് ബുക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, എങ്ങനെയാണ് വരുന്നത് മിസ് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് പാർട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിലാദ്യം തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ്. അതായത് നാളെയുടെ ജനിതകം, നമ്മുടെ DNA പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പാർട്സ് ഓഫ് എവല്യൂഷൻ ആണ്, പരിണാമങ്ങൾക്ക് പിന്നിൽ. അപ്പോൾ ഈ പരിണാമത്തിൻ്റെ വഴികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കംപ്ലീറ്റ് നമ്മുടെ എവല്യൂഷനെ പറ്റി, നമ്മൾ എങ്ങനെ ഉണ്ടായി വന്നു, എന്തൊക്കെ തിയറീസ് ഉണ്ട്, ആദ്യം എങ്ങനെയാണ് ഒരു ജീവൻ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ അവിടെ എവല്യൂഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പം ബിഹൈൻഡ് സെൻസേഷൻസ് ആണ്, സംവേദങ്ങൾക്ക് പിന്നിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സിലബസ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം 1ഉം 2ഉം ചാപ്റ്ററായിട്ട് നമ്മൾ കണ്ടിരുന്നതാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് ക്ലബ് ചെയ്ത് ഒരു വലിയ ചാപ്റ്ററായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വന്ന സിലബസിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചാപ്റ്ററാണ്. ഒരു ചാപ്റ്ററിൽ തന്നെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ +1 +2 പഠിക്കുന്ന സിലബസിനോട് കണ്ടിന്യൂറ്റി കൊണ്ടുവരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബേസിക്സ് തൊട്ട് പഠിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്ന ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നിയത് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തത്. കാരണം നിങ്ങൾ ഫസ്റ്റ് SSLCയിലേക്ക് വരുമ്പോൾ തന്നെ ക്യൂരിയസ് ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിലുണ്ട്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ഈ അടുത്ത് ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിട്ടുണ്ടാകും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള നമ്മുടെ ഡയർ വൂൾഫിനെ പറ്റിയിട്ട്. അത് കുറേ കാലങ്ങൾക്ക് ശേഷം, അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായ ഒരു ജീവിനെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി അത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് ഒക്കെ കണ്ടവർക്ക് അറിയാമായിരിക്കും. അതിനൊക്കെ കൊണ്ടുവന്ന ക്രിസ്പർ ടെക്നോളജി ഒക്കെ എങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജെനറ്റിക്സ് ഓഫ് ലൈഫ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട. ബേസിക് തൊട്ട് നമ്മൾ അസ്ത്ര ബാച്ചിൽ ലൈവ് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെഷൻ ബേസിക് നമ്മൾ പോയി. ഇനി നാളെയാണ് നമ്മുടെ പാർട്ട് 1 ലൈവ് വരുന്നത്. അത് ആപ്പിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ പബ്ലിക് ആയിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് എങ്ങനെയാണ് ക്ലാസ്, ഏത് രീതിയിലാണ് ക്ലാസ്സസ് ഒക്കെ പോകുന്നതെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ബോഡീൻ്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് DNA ആണ്. ഇത്തരത്തിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നുണ്ട്. സോ നാളെ വൈകുന്നേരം കൃത്യം 7:30 എല്ലാ മക്കളും നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനെയും ഒക്കെ കൂട്ടി നമ്മുടെ ലൈവിലേക്ക് വരിക. അപ്പോൾ ആപ്പിലും യൂട്യൂബിലായിട്ട് നമ്മൾ ഈ ലൈവ് പോകുന്നുണ്ട്. പക്ഷേ ഇതിന് ശേഷമുള്ള പാർട്ടിലെ ലൈവുകളൊക്കെ നമുക്ക് ആപ്പിലാണ് ലഭിക്കുന്നത്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ടഫായ സിലബസ് തന്നെയാണ്, പഠിക്കാൻ നല്ലോണം കഷ്ടപ്പാടുണ്ട്. പക്ഷേ അതിനെ സിംപ്ലിഫൈ ആക്കി ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ വളരെ ബേസിക്സ് അറിഞ്ഞ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലൈവാണ് നാളെ. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. സോ നാളെ വൈകിട്ട് കൃത്യം 7:30 കാണാം. അപ്പം ഓൾ ദി ബെസ്റ്റ്.